വർക്ക് സ്ട്രെസ് കാരണം പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ സമയത്ത് ഒരുപാട് രീതിയിലുള്ള കമൻസ് കാണാനിടയായി. അതായത് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ജോലി വിട്ടിട്ട് പോക്കൂടെ, അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് എല്ലാം സഹിച്ച് ജോലി ചെയ്യുന്നത്, പേരൻസിനോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും കിട്ടിയ ജോലി പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അതുകൊണ്ടാണ് പല ആളുകളും കഷ്ടപ്പെട്ട് ഉറക്കൊളച്ച് പല രീതിയിലുള്ള അബ്യൂസൊക്കെ സഹിച്ച് പല ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. എല്ലാ വർക്ക് എൻവയോൺമെൻറ്റ്സും ഹാപ്പി ആവണമെന്ന് നിർബന്ധമില്ല. സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണെന്നൊക്കെ പറയുന്നത്, അത് എന്താ പറയുക, എല്ലാവരും ചിലപ്പോൾ നല്ലൊരു ഹാപ്പി ഫാമിലി എൻവയോൺമെൻറ്റിൽ കൂടി ആയിരിക്കില്ല. ഇനി ആണെങ്കിലും നല്ല അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, പേരൻറ്റിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ തന്നെ, ബയോളജിക്കൽ ഫാക്ടേഴ്സും മറ്റുള്ള പല ഫാക്ടേഴ്സും കൊണ്ട് ചില ആൾക്കാർക്ക് നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് പലരും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ചില വർക്ക് എൻവയോൺമെൻറ്റ്സ് ഈ പറഞ്ഞതുപോലെ ആബ്സല്യൂട്ട്ലി ടോക്സിക് ആവാനും സാധ്യതയുണ്ട്. ഇതൊന്നും ആരും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ വർക്കിൽ സ്ട്രെസ്സിൽ നിങ്ങൾക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നതുകൊണ്ടോ സൈക്കോതെറപ്പി എടുക്കുന്നതുകൊണ്ടോ ഒരു പ്രശ്നമില്ല. അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിയുന്നത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്ന വിദഗ്ധന്മാരെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഡോക്ടർ ഗായത്രി മേനോൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.